അപ്പോൾ അതെ നിങ്ങളുടെ വേറെ വീട്ടിലെ ഇൻവേർട്ടറും ഇതുപോലെ ഒരു റെസ്പോൺസോ ഒന്നും എഴുതി കാണിക്കാത്ത കണ്ടീഷനിലേക്ക് വന്നിട്ടുണ്ടാവും. അതിന് രണ്ട് റീസൺ ആണ് ഉള്ളത്. ഒന്നെങ്കിൽ ഇൻവേർട്ടറിന്റെ ഉള്ളിൽ വരുന്ന DC ഫ്യൂസ് പോയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന ബാറ്ററി ചാർജ് ഫുള്ളായിട്ട് ഡ്രെയിൻ ആയി പോയിട്ടുണ്ടാവും, അതായത് ലിമിറ്റ് വിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വന്നൊരു കേസാണ് ഇന്നത്തെ. അപ്പോൾ അതെങ്ങനെ റെക്ടിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ വന്നത് DC ഫ്യൂസ് പോയതാണ്. ഇതിന് നമുക്ക് ഫ്യൂസ് വരുന്നത് ഈ ബോർഡിൻ്റെ സൈഡിലായിട്ട് 240 ആംസിൻ്റെ 2 ഫ്യൂസ് വരുന്നുണ്ട്. ആ ഫ്യൂസ് ബാണാകുമ്പോഴാണ് നമ്മുടെ ഇൻവേർട്ടറിൻ്റെ ഫ്രണ്ടിൽ ഡിസ്പ്ലേ കട്ടായി പോകുന്നത്. അപ്പോൾ അതായത് നമ്മൾ അതുപോലെ തന്നെ ഒരു ഫ്യൂസ് എടുത്തിട്ടു കേട്ടോ, 40 ആംസിൻ്റെ സെയിം ഫ്യൂസ് നമ്മൾ ഇതിൻ്റെ സൈഡ് സോക്കറ്റിലേക്ക്, അതിങ്ങനെ പ്രസ് ആൻഡ് റിലീസ് ഫ്യൂസുകളാണ്. നമുക്ക് വലിച്ചു ഊരാവുന്ന ടൈപ്പും അതുപോലെ തന്നെ അതിലേക്ക് തിരിച്ച് റിട്ടേൺ ഇടാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫ്യൂസ് ഇട്ടിപ്പോൾ കംപ്ലയിൻറ്റ് ശരിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്യൂസ് പോകാനുള്ള റീസൺ എന്ന് പറയുന്നത് ഓവർലോഡാണ്. അതായത് ഇൻവേർട്ടർ താങ്ങാവുന്നത് കൂടുതൽ ലോഡ് വരുമ്പോഴാണ് ഈ ഫ്യൂസ് പോകാറ്. അപ്പോൾ അതേ നമ്മൾ ഫ്യൂസ് മാറിയപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട്, നമ്മളിതേ ചാർജിങ് കൊടുത്ത് സംഭവം വർക്കിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇൻവേർട്ടറിൽ ഓവർലോഡ് വരുന്ന കാര്യങ്ങളൊന്നും കണക്ട് ചെയ്യാതിരിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.